ഇൻസ്റ്റഗ്രാം സുഹൃത്തിൽ നിന്നും ഗർഭിണിയായ 18-കാരിയായ മകളെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി അച്ഛനും ബന്ധുവും ചേർന്ന് നദിയിൽ മുക്കിക്കൊന്നു. തെക്കൻ ഡൽഹിയിലെ തിഗ്രി ബസൌനി ഗ്രാമവാസിയായ ലോക്പാൽ സിംഗ്, ഇയാളുടെ ബന്ധു എന്നിവരെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിലെ ചമ്പൽ നദിയിൽ വെച്ച് ജൂലൈ 31-നായിരുന്നു മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഈ അരുംകൊല നടന്നത്. 8-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട ഖുഷിക്ക് സുഹൃത്തായിരുന്നു പ്രധാന അഭയം. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൗമാരക്കാരനുമായുള്ള 8 മാസം നീണ്ട സൗഹൃദം പ്രണയത്തിലാവുകയും തുടർന്ന് ഖുഷി ഗർഭിണിയാവുകയും ചെയ്തു. 4 മാസമായപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ഖുഷി തിരിച്ചറിയുന്നതും കാമുകനെ അറിയിക്കുന്നതും. തുടർന്ന് ഇരു വീട്ടുകാരും സംസാരിച്ചുവെങ്കിലും അവിവാഹിതയായ മകൾ ഗർഭിണിയായാൽ സമൂഹത്തിൽ നിന്ന് നേരിടേണ്ടി വരുന്ന നാണക്കേടും അപമാനവും ഭയന്ന് ഗർഭചിത്രം നടത്താൻ ഖുഷിയുടെ വീട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു. അതിനായി ഖുഷിയെ ഇവർ സമ്മതിപ്പിക്കുകയും ചെയ്തു. ഗർഭചിത്രത്തിനായുള്ള ചികിത്സയ്ക്കെന്ന വ്യാജേന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് പറഞ്ഞ് ലോക്പാലും ബന്ധുവും ചേർന്ന് ഖുഷിയെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആഗ്രയിലെ ബന്ധുവീട്ടിൽ താമസിപ്പിച്ച ശേഷം തൊട്ടടുത്ത ദിവസം രാവിലെ ഖുഷിയെ ഇരുവരും ചേർന്ന് ചമ്പൽ നദിയിലെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് നദിയിലേക്ക് ചാടി ജീവനൊടുക്കാൻ അച്ഛൻ മകളോട് ആവശ്യപ്പെട്ടു. എന്നാൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാമെന്നും കൊല്ലരുതെന്നും ഖുഷി കരഞ്ഞു കെഞ്ചിയെങ്കിലും ഇവർ വഴങ്ങിയില്ല. തുടർന്ന് മകളുടെ കാലിൽ പിടിച്ച് മാപ്പപേക്ഷിക്കുന്നത് പോലെ നിന്ന ലോക്പാൽ തൊട്ടടുത്ത നിമിഷം ഖുഷിയെ നദിയിലേക്ക് തള്ളിയിടുകയും ശ്വാസം നിലയ്ക്കുന്നതുവരെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൊലപാതകത്തിനു ശേഷം മകൾ വിഷാദം മൂലം ജീവനൊടുക്കിയതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ ശ്രമിച്ചു. ഇതിനായി വെള്ളത്തിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിവെക്കുകയും മകൾ ആഗ്രയിൽ വെച്ച് മരണപ്പെട്ടെന്നും അവിടെ വെച്ച് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തിയെന്നും നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ സംഭവത്തിൽ സംശയം തോന്നിയ അയൽവാസി പോലീസിൽ വിവരം അറിയിച്ചതോടെയാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. മകളുടെ മൃതദേഹത്തിന്റെ കാലിൽ പിടിച്ച് മാപ്പപേക്ഷിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പോലീസ് ഫോണിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ മാനം സംരക്ഷിക്കാനാണ് ഈ കടുംകൈ ചെയ്തതെന്ന് അച്ഛൻ പോലീസിനോട് സമ്മതിച്ചു. സംഭവത്തിൽ 2 പ്രതികളെയും അറസ്റ്റ് ചെയ്ത പോലീസ് പെൺകുട്ടിയുടെ മൃതദേഹത്തിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഇൻസ്റ്റഗ്രാം ബന്ധത്തിൽപ്പെട്ട് ഗർഭിണിയായ 18-കാരിയായ സ്വന്തം മകളെ കുടുംബത്തിന്റെ വ്യാജ അഭിമാനം സംരക്ഷിക്കാനായി നദിയിൽ മുക്കി കൊലപ്പെടുത്തിയ ഈ ദുരഭിമാന കൊല നാടിനെ ഒന്നാകെ വിറപ്പിക്കുന്നതാണ്. സ്വന്തം ചോരയിൽ പിറന്ന മകളെ അതിദാരുണമായി ചമ്പൽ നദിയിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന് അത് വിഷാദരോഗം മൂലമുള്ള ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ പ്രതികൾ നടത്തിയ ആസൂത്രിത നാടകമാണ് അയൽവാസികളുടെ സമയോചിതമായ ഇടപെടലിലൂടെ പൊളിഞ്ഞു വീണത്. ഒരു ഘട്ടത്തിൽ കൊലപാതകമാണെന്ന് പോലും അറിയാതെ ആ മൃതദേഹവും അതിൻ്റെ ശവസംസ്കാര ചടങ്ങുകളും ഒക്കെ തീർന്ന് ഇത് ഇല്ലാതെയായി മാഞ്ഞുപോയേനെ. എന്തായാലും അയൽവാസിയുടെ സമയോചിതമായ ഇടപെടൽ ഒരു കൊലപാതക വിവരം പുറംലോകത്തെ അറിയിച്ചു. കൊല്ലുന്നതിന് മുൻപ് മകളുടെ കാലിൽ പിടിച്ച് അച്ഛൻ മാപ്പപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പ്രതിയുടെ ഫോണിൽ തന്നെ പോലീസ് കണ്ടെടുത്തത് കേസിൽ എന്തായാലും നിർണായക തെളിവായി മാറും.